بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين أما بعد ബഹുമാന്യരായ അധ്യക്ഷരെ, ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ മറ്റു പണ്ഡിതന്മാരെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ കാരണവന്മാരെ, പൗരപ്രമുഖരെ, കമ്മിറ്റി ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന ജാമിഅ നൂരിയ്യയുടെ ഒരു ജൂനിയർ സ്ഥാപനമായി നമ്മുടെ മഹല്ലത്തിൽ സ്ഥാപിതമായ ജമാലിയ അറബിക് കോളേജിൻ്റെ 6ാം വാർഷികത്തിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. ദീനിൻ്റെയും എൽമിൻ്റെയും പേരിൽ പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ നമ്മൾ സംബന്ധിച്ചത് അള്ളാഹു സാലിഹ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. മതസ്ഥാപനങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹം മതത്തിൽ നിന്നും മതവിജ്ഞാനത്തിൽ നിന്നും മതസംസ്കാരത്തിൽ നിന്നുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കലുഷമായ പശ്ചാത്തലത്തിൽ മതവിജ്ഞാനത്തിൻ്റെയും മതകീയ സംസ്കാരത്തിൻ്റെയും മതപ്രബോധനത്തിൻ്റെയും ഒക്കെ ദീപശിഖ ഉയർത്തിപ്പിടിക്കുന്ന ജമാലിയ അറബിക് കോളേജ് പോലെയുള്ള വിജ്ഞാന സൗധങ്ങൾ നടത്തുക എന്നത്, അതിന് സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നത്, അതിൻ്റെ സഹകാരികളും ഗുണകാംക്ഷികളും ആവുക എന്നത് ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ കേരളക്കരയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദീനുമായും ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായും ഒക്കെ ജനങ്ങൾ കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രത്യേക കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വ്യക്തമായി തെളിവ് രേഖയൊന്നുമില്ല. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നപ്പോൾ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ആ ഇസ്ലാമിനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ ജാതി മതഭേദമന്യേ സകല പിന്തുണയും പ്രഖ്യാപിച്ചു എന്നതാണ് അതിന് കാരണമായി കാണാൻ സാധിക്കും. ഇസ്ലാമിന് മുമ്പ് തന്നെ അറബികൾ ഈ കേരളീയ തീരങ്ങളുമായി കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവർ കച്ചവടത്തിന് വന്നും പോയും കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തും റിസാലത്തും ഒക്കെ കിട്ടുന്നത്. ഇസ്ലാമിന് മുൻപ് തന്നെ അറബികൾ കേരളീയ പശ്ചിമ തീരങ്ങളുമായി കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. അതിനൊരുപാട് തെളിവുകളുണ്ട്. നബി തങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അറബിയിൽ പ്രസിദ്ധനായിരുന്ന ഒരു അറബി കവിയുടെ കവിതയിൽ, ഇമ്രുഉൽ ഖൈസിന്റെ കവിതയിൽ, കയറ്റുമതി അറേബ്യക്കാർ ഇറക്കുമതി ചെയ്തിരുന്ന കുരുമുളകിനെ സംബന്ധിച്ചുള്ള പരാമർശം കാണാൻ സാധിക്കും. ഒരു കവി അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു വിഷയം പറയുകയാണെങ്കിൽ അത് ആളുകൾക്കൊക്കെ പരിചയമുള്ളതാ പറയാം. പരിചയമില്ലാത്തൊരു സാധനം പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുമല്ലോ. ترى بعر الآرام في عرصاتها وقيعانها كأنه حب فلفل എന്ന് കുരുമുളകിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുരുമുളകിനെ പരാമർശിച്ചുകൊണ്ട് ഇമ്രുഉൽ ഖൈസ് തന്റെ കവിതയിൽ, ആ കവിത 1500 കൊല്ലവും പിന്നിട്ട് ഇന്നും അറബി ഭാഷയിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു സാഹിത്യകൃതിയാണ്. മാത്രമല്ല അതിൻ്റെയും കുറെ മുമ്പ് മുതലേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തോളം എത്തുന്ന ചരിത്ര പഴക്കമുള്ള ബന്ധമായിരുന്നു അറബികളും കേരള തീരങ്ങളുമായി ഉണ്ടായിരുന്നത് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. കേരളത്തിലുണ്ടായിരുന്ന ചന്ദനം,
ഏലം, ആനക്കൊമ്പ്, മറ്റു ചില മരുന്നുകളൊക്കെ ഇവിടെ നിന്ന് അറേബ്യക്കാർ അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അറബികളും നമ്മുടെ കേരളവുമായി ശക്തമായ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധത്തിനിടയിൽ നബിതങ്ങൾ നബിയായി, റസൂലായി. അപ്പോൾ മക്കത്തുള്ള കുറേ കച്ചവടക്കാർ, ഈ കച്ചവടത്തിന് വന്നിരുന്ന ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച് അടുത്ത സീസണിൽ അവർ വന്നപ്പോൾ മുസ്ലിമീങ്ങളായിട്ടാണ് വന്നത്. അങ്ങനെയാണ് ആദ്യം കേരളത്തിൽ ഇസ്ലാം മതം എത്തിച്ചേരുന്നത്. ഇത് സംബന്ധമായ കുറേ റിപ്പോർട്ടുകൾ ഹദീസുകളിൽ വരെയുണ്ട്, ചരിത്ര രേഖകളിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇസ്ലാമുമായി, ഇസ്ലാമിൻ്റെ ജീവനായ ഇൽമുമായുള്ള ശക്തമായ ബന്ധത്തിന് കാരണം ഈ പുരാതന ബന്ധമായിരുന്നു. ആ കാലത്ത് വന്നിരുന്ന അറബികൾക്ക് നമ്മുടെ നാട്ടുകാർ മുസ്ലിങ്ങളായിരുന്നില്ലെങ്കിലും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു എന്ന ഒരു കാരണമാണ് കാണാൻ കഴിയുന്നത്. അതിനൊരു ബർക്കത്തുണ്ടാവുമല്ലോ. ഇസ്ലാമിൻ്റെ ആളുകൾ വന്നപ്പോൾ അവർക്ക് സ്വീകരണം നൽകി. അറബികൾ കടപ്പുറത്ത് കപ്പലിറങ്ങിയപ്പോൾ അവിടെ തെങ്ങിൻ്റെ തോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതോ വിദേശികളാണ് എന്ന് കരുതി തെങ്ങിൻ തോപ്പിൽ വേലക്കാരനായിരുന്ന പണിക്കാരൻ അവർക്ക് ഇളനീർ ചെത്തിക്കൊടുത്തു. പക്ഷേ ഈ വന്നവരത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഇവനങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇവനീക്ക ഈ തോട്ടത്തിൻ്റെ ഉടമയല്ല. അപ്പോൾ അവർ ആംഗ്യ ഭാഷയിലോ എങ്ങനെയൊക്കെ ആയി ഇയാളെ ബോധ്യപ്പെടുത്തി, നീ ഇതിൻ്റെ ഉടമയല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റൂല, ഉടമയുടെ സമ്മതമുണ്ടെങ്കിലേ ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഉടമയുടെ സമ്മതം വാങ്ങി അവർക്ക് ഇളനീർ സൽക്കരിച്ചു എന്നാണ് ചരിത്രം. ഇങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനവും ശ്രദ്ധേയമായി തീർന്നു. ആളുകളൊക്കെ അവർ അമുസ്ലിങ്ങളായിരുന്നുവെങ്കിലും ഈ മുസ്ലിം കച്ചവടക്കാരായി വന്ന അറബികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. കഴിഞ്ഞ സീസണിൽ വന്നപ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഈ സീസണിൽ വന്നപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നുണ പറയുന്നില്ല, ചതി, വഞ്ചന, കബളിപ്പിക്കല്, അക്രമം അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അവരുടെ സുന്ദരമായ ജീവിതചര്യയിൽ ഇവർ ആകൃഷ്ടരായി. നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തു. അന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ഈ നാട്ടിൽ വന്നിറങ്ങിയാൽ 6 മാസമോ 1 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കും. അവർ കൊണ്ടുവന്ന ഈത്തപ്പഴമൊക്കെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും നടന്ന് ചെലവഴിക്കും. കച്ചവട ചരക്കായി ചെലവായി കഴിഞ്ഞാൽ ആ കിട്ടിയ പൈസ കൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ശേഖരിച്ചു തുടങ്ങും. ഇതൊന്നും ചെറിയ പണിയല്ല, ഇന്ന് എളുപ്പം നടക്കും. ഇന്നിപ്പോൾ രാവിലെ ഒരു വണ്ടിയായിട്ട് പോയി കോഴിക്കോട്ട് ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങി രാത്രി ഇവിടെ കേളോത്ത് എത്താൻ കഴിയും. അന്ന് അങ്ങനെയല്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി കുരുമുളക് വാങ്ങി, ചന്ദനം വാങ്ങി, അല്ലെങ്കിൽ മരുന്നുകൾ വാങ്ങി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവർ മടങ്ങി പോകുമ്പോഴേക്ക് 2-3 കൊല്ലമാകും. അപ്പം നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരല്ലേ, നിങ്ങൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വൈവാഹിക ജീവിതത്തിന് ആവശ്യമാണ്. ഞങ്ങളെ പെങ്ങന്മാരെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ, എൻ്റെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർക്ക് ദാമ്പത്യ ജീവിതം നയിക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു. പള്ളി ഉണ്ടാക്കാൻ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് ആവശ്യമായ എല്ലാ ഒത്താശകളും നൽകി. അതിൻ്റെ ബറക്കത്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത്. ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, 1 ലക്ഷം മുഅല്ലിമീങ്ങൾ, 11.5 ലക്ഷം വിദ്യാർത്ഥികൾ, 9603 മദ്രസകളാണ് ഇപ്പോൾ അവസാനം അംഗീകാരം നൽകിയ മദ്രസയുടെ നമ്പർ. കഴിഞ്ഞ ശനിയാഴ്ച, മിനിയാന്നല്ലാത്ത അതിന് മുൻപ് കഴിഞ്ഞ ശനിയാഴ്ച, എല്ലാ 2ാം ശനിയാഴ്ചയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം ചെയ്യും. പുതിയ മദ്രസകളുടെ അപേക്ഷയുണ്ടാവും അംഗീകാരത്തിനുള്ള. ആ ശനിയാഴ്ച അവസാനമായി അംഗീകാരം നൽകിയ മദ്രസയുടെ എണ്ണം 9603 ആണ്. കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മാത്രം കണക്കാണ്. കേരളത്തിൽ തന്നെ വേറെ മദ്രസകൾ നടത്തുന്ന ഏജൻസികളുണ്ട്.
കേരളമല്ലാത്ത സംസ്ഥാനങ്ങളിൽ ആകെ എടുത്ത് കണക്കൂട്ടി നോക്കിയാൽ ഇങ്ങനെ 9,000 അല്ലെങ്കിൽ 10,000 മദ്രസ, ബാക്കി 29 സംസ്ഥാനങ്ങളിലും കൂടി കൂട്ടിയാൽ ഉണ്ടാവില്ല. ഇങ്ങനെയെല്ലാം നോക്കിയാൽ കേരളീയ മുസ്ലിമീങ്ങൾക്ക് വലിയ അനുഗ്രഹീതമായൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച വലിയൊരു നിഅമത്താണ് എന്നുകൂടി അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലെ 7 വയസ്സോ 8 വയസ്സോ 9 വയസ്സോ ആയ കുട്ടിക്ക് ഫാത്തിഹ ഓതാൻ അറിയുന്നു, നിസ്കരിക്കാൻ അറിയുന്നു, യാസീൻ ഓതാൻ അറിയുന്നു. എന്നാൽ നിങ്ങളിൽ കുറേ ആൾക്കാരൊക്കെ സൗദിയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈത്തിലും ഒമാനിലും മസ്കത്തിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അവിടെയുള്ള 45 55 വയസ്സായ അറബികൾക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതാൻ കഴിയാത്ത അറബികളുണ്ട്. ജമാലിയ അറബി കോളേജിൽ സജ്ജീകരിച്ച മർഹൂം താളിൽ സൂപ്പി മുസ്ലിയാർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇനി നടക്കുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ ആലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ലൈബ്രറിയെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വലിയൊരു നിഅമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഒരു നിഅമത്തായാൽ ആ നിഅമത്തിന് ശുക്ർ ചെയ്യണം. ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുരോഗതിക്ക് നമ്മളെ കൊണ്ട് എന്തെല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. ശുക്ർ പല ജാതിയിലാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ശുക്ര. മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ അയച്ചു കൊടുക്കൽ വേറെ ഒരു ശുക്ര. മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യൽ വേറെ ഒരു ശുക്രാണ്. ഇങ്ങനെ പരമാവധി നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നാം ആ നിഅമത്തിനെ മൂല്യവൽക്കരണം നൽകിയെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചോൻ ആ നിഅമത്ത് എടുത്തു കളയും. അത് വളരെ ഗൗരവത്തിൽ നിഅമത്ത് ലഭിച്ച ആളുകൾ മനസ്സിലാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഏത് വലിയ നിഅമത്താണെങ്കിലും ശരി, അത് ശുക്ർ ചെയ്യാതിരുന്നാൽ ആ നിഅമത്ത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഖുർആനിൽ പല സ്ഥലത്തും അത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മക്കക്കാർക്ക് ധാരാളം നിഅമത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരതിന് നന്ദി ചെയ്തില്ല, ആ നിഅമത്ത് അവർക്ക് നഷ്ടപ്പെട്ടു. പണ്ട് അവലം യറൂ അന്നാ ജഅൽനാ ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ. മക്ക സുഭിക്ഷമായ ഒരു നാടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് വളരെ സുഭിക്ഷത നിറഞ്ഞ നാടായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളായ ആൾക്കാർ ആ നിഅമത്തിന് ശുക്ർ ചെയ്തില്ല. അള്ളാഹുവിന്റെ ഭവനമായ മക്ക, കഅബ അവിടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇബ്രാഹിം നബി. വലിയ നിഅമത്താണല്ലോ. ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി മക്കക്കാർക്ക് അവിടെ ഒരു പവിത്ര ഭവനം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവർ നിഅമത്ത് ചെയ്തില്ല, ശുക്ർ ചെയ്തില്ല. ശുക്ർ ചെയ്യാത്തതിന്റെ ലക്ഷണമായിരുന്നു അവരവിടെ ബിംബങ്ങളെ കയറ്റിയിരുത്തിയത്. അള്ളാഹുവിന്റെ ബദ്ധവൈരികളാണ് ബിംബങ്ങൾ. ആ ബിംബങ്ങൾ അവിടെ കയറ്റിയിരുത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇഖ്ലാസ് ഇല്ലാത്തതുകൊണ്ടല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പണിതുയർത്തിയ പള്ളി അല്ലെങ്കിൽ ആ അമല് അള്ളാഹു സ്വീകരിക്കാത്തത് കൊണ്ടുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, അള്ളാഹുവിന്റെ നിഅമത്തിന് അവർ ശുക്ർ ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി എന്ന ചരിത്രം. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗത്തും കൊള്ളയും അക്രമവും മർദ്ദനവും ഒക്കെ സാർവത്രികമായിരുന്നു. മക്കക്കാർ വളരെ ശാന്തമായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന്.
അവലം യറൗ അന്നാ ജഅൽനാ ലഹും ഹറമൻ ആമിനൻ വയുതഖത്തഫു الناس من حولهم അഫബിൽ ബാത്തിൽ യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ എന്ന് അല്ലാഹു തആല ഇത് ഖുർആനിൽ പറഞ്ഞു. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗത്തും അസ്വസ്ഥതയും അശാന്തിയുമായിരുന്നു, സമാധാനമില്ലായിരുന്നു. പക്ഷേ മക്കയിൽ വളരെ ശാന്തിയും സമാധാനവുമാണ്. മക്കക്കാര് ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണെങ്കിൽ പോലും അവർക്ക് ശാന്തിയും സമാധാനവുമാണ്. ആളുകൾ അവരെ ബഹുമാനിച്ചിരുന്നു. ഇവർ കഅബ സംരക്ഷിക്കുന്ന ആളുകളാണ് എന്ന് കരുതി അവരെ ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത് ഖുർആനിലെ ചെറിയ സൂറത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചോല്ലേ, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് പറയണം. ആമനഹും മിൻ ഖൗഫ് റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും വ്യത്യസ്ത മേഖലകളിലേക്ക് അവർ കച്ചവടത്തിന് പോയിരുന്നു. ശൈത്യകാലത്ത് മക്കയുടെ വടക്ക് ഭാഗത്തുള്ള സിറിയയിലേക്ക് കച്ചവടത്തിന് പോകാൻ കഴിയില്ല, തണുപ്പിന്റെ കാഠിന്യം കൊണ്ട്. അപ്പൊ അന്ന് അവർ തെക്ക് ഭാഗത്തേക്കാണ് പോയിരുന്നത്, യമനിലേക്കാണ് കച്ചവടത്തിന് പോയിരുന്നത് തണുപ്പ് കാലത്ത്. ഉഷ്ണകാലത്ത് സിറിയയിലേക്കാണ് കച്ചവടത്തിന് പോയിരുന്നു. അതാണ് രണ്ട് കച്ചവട യാത്ര. അറേബ്യയുടെ നാനാഭാഗങ്ങളിലും പട്ടിണിയും പരിവട്ടവുമായിരുന്നു. ഖുറൈശികൾക്ക് സുഭിക്ഷതയായിരുന്നു. അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗത്തും അശാന്തിയായിരുന്നു. ഖുറൈശിന് ശാന്തിയും സമാധാനവുമായിരുന്നു. അഫബിനിഅമത്തില്ലാഹി യജ്ഹദൂൻ അഫബിൽ ബാത്തിൽ യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി യജ്ഹദൂൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേരളീയ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഈ വലിയ നിഅമത്ത് ഓരോ മുസ്ലിമും ഇത് മൂല്യവൽക്കരണം നൽകാൻ കഴിവുള്ളവനാകണം. പടച്ചോൻ തന്ന നിഅമത്താണ്, നഷ്ടപ്പെട്ടു പോകരുത്, ശുക്ർ ചെയ്യണം. നമ്മുടെ ഈ പ്രദേശത്ത് ജമാലിയ അറബി കോളേജ് ഉണ്ടായി 6 കൊല്ലമായി. ദൈനംദിനം നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് തന്നെ തുല്യതയില്ലാത്ത, അല്ലെങ്കിൽ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാമിഅ നൂരിയ്യയുടെ ഒരു ഘടകം നമ്മുടെ നാട്ടിൽ ഉണ്ടായല്ലോ എന്നതിന് വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും ആക്കണം. അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് സാമ്പത്തിക സഹായം, മാനസികമായ സംതൃപ്തി ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പോൾ നിഅമത്ത് കൂടുതൽ ലഭിക്കാൻ കാരണം. എത്ര വലിയ നിഅമത്താണെങ്കിലും എത്ര ചെറിയ നിഅമത്താണെങ്കിലും മനുഷ്യനതിനെ നിസ്സാരമാക്കാനോ അതിനെ അഹങ്കാരത്തിനുള്ള വഴിയാക്കാനോ പാടില്ല. ഏത് വലിയ നിഅമത്ത്, ഞാൻ വലിയ സമ്പന്നനായി കോടീശ്വരനായി എന്നൊരാൾക്ക് തോന്നിയാലും ശരി, ആ നിഅമത്തിന് ശുക്ർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു. ഹാറൂൻ വലിയ കോടീശ്വരനായിരുന്നല്ലോ, ഒരു നയാ പൈസ അയാൾക്ക് ഉപകരിച്ചില്ല. സോവിയറ്റ് റഷ്യ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന വലിയ രാജ്യമായിരുന്നു ലോകത്ത്. 1992 അവിടെ ഭൂകമ്പമുണ്ടായി. നാട്ടിലാകമാനം അശാന്തിയും അസമാധാനവും ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ പരന്ന് നാട് ഛിന്ന ഭിന്നമായി. കുറെ സ്റ്റേറ്റുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതുവരെ പേര് USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. പിന്നെ പേര് മാറി റഷ്യൻ ഫെഡറേഷൻ എന്നായി. ലോകത്തെ 2 വൻശക്തികളിൽ ഒന്നായിരുന്നു റഷ്യ. ഞാൻ പറഞ്ഞത്, എത്ര ഉന്നതിയിലെത്തിയാലും ശരി, ഏത് ചെറിയ നിയമത്ത് കിട്ടിയാലും ശരി, അള്ളാഹുവിന്റെ നിയമത്താണത് എന്ന് സൃഷ്ടി മനസ്സിലാക്കണമെന്ന് പറയാൻ. ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായല്ലോ, ഒരാഴ്ചക്കിടയിൽ ജപ്പാനിൽ ഭൂകമ്പമുണ്ടായി. ഈ ഒരാഴ്ചയുടെ തൊട്ട് മുൻപുള്ള ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ദാറുൽ ഹുദയിലെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചു, ഭൂകമ്പത്തെ സംബന്ധിച്ച് പരാമർശം വന്നപ്പോൾ ഇപ്പൊ ഭൂകമ്പണ്ടാണ് പ്രശ്നമല്ലോ, കാരണം ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക സിദ്ധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്.
ആ ക്ലാസ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകും. ഭൂകമ്പത്തെ തടുത്തു നിർത്താൻ പര്യാപ്തമായ, പ്രതിരോധിക്കാൻ പര്യാപ്തമായ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് ആനുപാതികമാണ്. നിസബി എന്ന് പറയും മൂല്യന്മാരുടെ ഭാഷ. ഏത് ഭൂകമ്പം ഉണ്ടായാലും പ്രതിരോധിക്കാൻ കഴിയുന്നല്ല. സാധാരണ ചെറിയ തോതിലൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകാൻ പാടില്ലല്ലോ. ചിത്രം കണ്ടില്ല ഇന്നലെ പത്രത്തിൽ. ഇത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പല സ്ഥലത്ത് പല ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മെ പരാജയപ്പെടുത്താമെന്ന് അവർ വിശ്വസിക്കണ്ട. നമ്മെ ഓവർടേക്ക് ചെയ്യാമെന്ന് കുറ്റവാളികളായ മുശ്രിക്കുകൾ വിചാരിക്കുന്നുവോ? കഴിയില്ല. എന്നെ ഓവർടേക്ക് ചെയ്യാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. വേറെ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനെ അശക്തനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹു ഒരു കാര്യം വിചാരിച്ചത് നടപ്പാണ്. വിമാനം കാണാൻ ചെയ്തായാലും 1 കൊല്ലം മുമ്പ് ഒരു തുമ്പ് പോലും കിട്ടിയില്ല സൃഷ്ടികൾക്ക്. പ്രപഞ്ചത്തിൽ എവിടെയും അരിച്ചു പോകുന്ന ഒരു ചെറിയ ഉറുമ്പിനെ പോലും കാണാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങളുണ്ടെന്ന അഹങ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് വലിയ വിമാനം കാണാതെയാകുന്നത്. എവിടെ പോയത്, എവിടെ വീണത്, അതിലത്തെ ആൾക്കാരെവിടെ, യന്ത്രത്തിന്റെ ഭാഗങ്ങൾ എവിടെ, ആർക്കും അറിയില്ല. ഒമാ അൻതും ബിമുഅ്ജിസീൻ. അല്ലാഹുവിനെ അശക്തനാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, മതവിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന അറിവിലൂടെ മാത്രമേ അള്ളാഹുവിനെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. വേറെ എത്ര ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും ശരി, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ മനസ്സ് സമ്മതിക്കുകയില്ല. ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും കണ്ടുപിടിക്കാൻ കഴിയും അള്ളാഹുവിനെ. ഒരു പുളി ഇവിടെ പുളിമരം, പുളിമരത്തിന്റെ ഒരു ഇല വലിയ മരമാണ്, ചെറിയ ഇലയാണ്. വാഴ എന്ന് പറഞ്ഞാൽ ഒരു ബലവുമില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു ചെടിയാണ്, അതിന് വലിയ ഇലയാണ്. ഒരു പുളിയുടെ ഒരു ഇല എടുത്ത് ലബോറട്ടറിയിൽ കയറിയാൽ ആ ഇലയുടെ ഉള്ളിലേക്ക് കടന്നു പോയാൽ നിരവധി സസ്യശാസ്ത്ര, ജീവശാസ്ത്രപരമായ വസ്തുതകൾ മനുഷ്യന് ഇന്ന് അനാവരണം ചെയ്യാൻ കഴിയുന്നു. ആരാ ഇത് സംവിധാനിക്കുന്നത്? ഭൂതലത്തിൽ കോടാനുകോടി ജീവജാലങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു, പ്രജനനം നടത്തുന്നു, ഉൽപാദനം നടത്തുന്നു, വീണ്ടും ചത്തുപോകുന്നു. ആരാണ് ഇതൊക്കെ സംവിധാനിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹുവുമായി പ്രതിബദ്ധതയുള്ള ചിന്താശക്തിയുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നേടാനാവൂ. നമ്മുടെ നാട്ടിലൊക്കെ നിർഭാഗ്യവശാലുള്ളൊരു സാഹചര്യം, ഒരു 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 15ാം ക്ലാസ്, 17ാം ക്ലാസ്, MA MSc ഒക്കെ പാസ്സായ പിന്നെ ഇസ്ലാമിൽ നിന്നിങ്ങനെ അകന്നകന്നകന്ന് പോവാ. യുക്തിവാദവും നിരീശ്വരവാദവും മതനിഷേധവും ഒക്കെയായി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ മതവിശ്വാസത്തിന് ഷോക്കേറ്റുകൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് മാത്രമുള്ള ഒരു ഷോക്കട. ഭൗതിക വിദ്യാഭ്യാസപരമായി വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യൻ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ജൂതന്മാരായി ജനിച്ചവര്, ക്രിസ്ത്യാനികളായി ജനിച്ചവര്, ഹിന്ദുക്കളായി ജനിച്ചവര്, മതനിഷേധികളായി ജനിച്ചവര്, യുക്തിവാദികളായി ജനിച്ചവര്, അവരൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് 20, 25, 35, 40, 55 വയസ്സൊക്കെ ആയിട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഘടനയും ലോകത്തിന്റെ ചുറ്റുപാടുകളും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനവും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കും. അമേരിക്കയിലെ ജനസംഖ്യ 2000 ആണ്ടിന് മുമ്പ് 1ാം സ്ഥാനത്ത് ക്രിസ്ത്യാനികളും 2ാം സ്ഥാനത്ത് ജൂതന്മാരും 3ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങളുമായിരുന്നു. ഒരു ഉദാഹരണം പറയുന്നത്, 2000 ആണ്ടിന് മുമ്പ് അമേരിക്കയിലെ ജനസംഖ്യ 1ാം സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ, 2ാം സ്ഥാനത്ത് ജൂതന്മാർ, 3ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ. ഇന്നാ മാറി, ഓർഡർ മാറി, കണക്ക് മാറി. 1ാം സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ, 2ാം സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ, 3ാം സ്ഥാനത്ത് യഹൂദികളാണ്.
എൻ്റെ യഹൂദികളൊക്കെ കൂട്ടമരണം സംഭവിച്ചതോ കടലിൽ മുങ്ങിച്ചത്തതോ അല്ല. പല ജനവിഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇസ്ലാമിലേക്ക് ആൾ വന്ന് ഇസ്ലാം 2ാം സ്ഥാനത്തെത്തി. ജൂത സമുദായം 3ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. യൂറോപ്പിലും അങ്ങനെ തന്നെ, വിശിഷ്യ UK-യിലും അഥവാ ലണ്ടനിലും ഫ്രാൻസിലും അതിശക്തമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇസ്ലാമിൽ നിന്ന് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഇസ്ലാമിൽ നിന്ന് രാജിയായി പുറത്തുപോയി, അല്ലെങ്കിൽ ഇസ്ലാമുമായി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഇസ്ലാമിനെ പറ്റി അവർക്കൊന്നും അറിയില്ല. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതിൽ കവിഞ്ഞ് കാര്യമായ ഇസ്ലാമികമായ ബന്ധമോ ഇസ്ലാമികമായ പരിജ്ഞാനമോ ഇല്ലാതെ ഭൗതികവാദികളുടെയും യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഇടയിൽപ്പെട്ട് തിരിഞ്ഞ് ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന്, ഇസ്ലാമിക സിദ്ധാന്തങ്ങളിൽ നിന്ന്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മുടെ യുവതലമുറ അതിദയനീയമാം വിധം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെയുള്ള പരിഹാരം ഇങ്ങനെയുള്ള ദീനീ സ്ഥാപനങ്ങൾ. ആ ദീനീ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കൂടുതൽ ഇസ്ലാമിക വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതായി, അവർ പ്രസംഗങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും മതങ്ങളിലൂടെയും പിന്നെ ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ്, ഫിഖ് ക്ലാസ്, ഇങ്ങനെയുള്ള വിവിധ സംരംഭങ്ങളിലൂടെ ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമുക്ക് പരമ്പരാഗതമായി ലഭിച്ചു എന്നത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളിൽ വന്നവരും മദ്രസയിലേക്ക് ₹1 സംഭാവന ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ സംഭാവന കൊടുക്കണ്ടല്ലോ. വരിസംഖ്യ, മദ്രസ പഠിക്കുന്ന കുട്ടികൾ വരിസംഖ്യ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും സംഭാവന കൊടുക്കുന്നു. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും നിന്നുള്ള ആൾക്കാർ പള്ളിക്ക് സംഭാവന കൊടുക്കണില്ല. ആരും ചെയ്യണമെന്നില്ല എന്നല്ല, നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പള്ളി മദ്രസയൊക്കെ നടത്തുന്നത് ഗവൺമെൻറ് ഔഖാഫാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടത്തുന്നത് നമ്മളാണ്. കേരളത്തിലുള്ള മുസ്ലിമീങ്ങളാണ് ഇവിടെയുള്ള പള്ളിയും മദ്രസയും അറബി കോളേജും ഒക്കെ നടത്തുന്നത് ഇവിടെയുള്ളവരാണ്. അറബികൾ പള്ളി ഉണ്ടാക്കണം ഞാന്നല്ല, നാട്ടിൽ പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ നാട്ടിൽ അതുപോലെ പല അവരുടെ ഖദ്ദാമിയങ്ങളുടെ നാട്ടിലൊക്കെ പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ഈ 9603 മദ്രസകളും മുസ്ലിമീങ്ങൾ നടത്തുന്നതാണ്. കുറച്ചൊക്കെ കർണാടകയിലും കന്യാകുമാരിയിലൊക്കെ ഉണ്ടെങ്കിലും ബാക്കി 8000 മദ്രസയും കേരളത്തിൽ തന്നെ ഏകദേശം. ആ മദ്രസകളൊക്കെ നടത്തുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങൾ മഹാഭൂരിഭാഗം. അതാണ് കേരളത്തിൻ്റെ ഒരു ബർക്കത്ത്. കേരളീയ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹം അതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം. അപ്പോൾ കൂടുതൽ അനുഗ്രഹം വികസിച്ചു വരും, കൂടുതൽ ലഭിക്കും. ഇത് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു തആല അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശുക്ർ ചെയ്താൽ ലഅസീദന്നകും, നിശ്ചയമായും നിങ്ങൾക്ക് ഞാൻ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. നന്ദികേട് കാട്ടിയാൽ ഇവിടെ നിന്ന് തന്നെ കിട്ടും ശിക്ഷ പലപ്പോഴും. പക്ഷെ ശിക്ഷയാണെന്ന് നമുക്ക് അറിയില്ല എന്ന് മാത്രം. ആ ശിക്ഷയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടാവില്ല ഇതിന്നതിനുള്ള ശിക്ഷയാണ്. ചിലപ്പോൾ കുറേ സമ്പാദ്യങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും, ചിലപ്പോൾ കുറേ ഭൂകമ്പം ഉണ്ടായിട്ട് നശിച്ചു പോകും, ചിലപ്പോൾ ചില കള്ളന്മാർ കടന്നിട്ട്, ചിലപ്പോൾ ടൗണിൽ നമ്മുടെ നഗര സ്വത്തിന് തീ പിടിച്ചിട്ട് അഗ്നിബാധയുണ്ടായിട്ട് ഷോർട്ട് സർക്യൂട്ട് എന്ന് പേര് പറയും, നശിച്ചു പോകും. വാഹനാപകടം ഉണ്ടാവും, മറ്റു പ്രകൃതി ദുരന്തങ്ങളും വിപത്തുകൾ ഉണ്ടാവും. ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷകളാണ്. ഏതെങ്കിലും വഴിക്ക് നശിച്ചു പോകുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സുഖവും ഉണ്ടാവുകയില്ല. എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പരീക്ഷ. അള്ളാഹുവിന്റെ വിധേയനായ അടിമയായിരിക്കണം മുസ്ലിം. പടച്ചവനെ, ഞാൻ നിന്റെ അടിമയാണ്, നീ എൻ്റെ ഉടമയാണ്. ആ ശക്തമായ ബന്ധമായിരിക്കണം അടിമയും ഉടമയും തമ്മിൽ ഉണ്ടാകേണ്ടത്. ആ ബോധം ഉണ്ടാക്കുന്നത് ഇസ്ലാമികമായ അറിവാണ്, ദീനിയായ ഇൽമാണ്.
അതുകൊണ്ടാണ് പരമ്പരാഗതമായി നമ്മുടെ നാടുകളിൽ മദ്രസകളും പള്ളികളും വാദുകളും പ്രസംഗങ്ങളും നസീഹത്തുകളും മദ്രസകളും ഒക്കെ പെറ്റുപെരുകാൻ കാരണം അതാണ്. നമ്മുടെ കാരണവന്മാർ മനസ്സിലാക്കി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജാമിഅ നൂരിയയുടെ ജൂനിയർ സ്ഥാപനമായ നമ്മുടെ ഈ ജമാലിയ അറബി കോളേജ് കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകി ഈ നിഅമത്തിന് വില കൽപ്പിച്ച് അതിൽ കൂടുതൽ സേവനങ്ങളും സംഭാവനകളും ഒക്കെ അർപ്പിച്ച് അത് പരിപോഷിപ്പിക്കാൻ നാം ശ്രമിക്കണം. ചില ആളുകൾ ഇബ്ലീസ് ചില പ്രദേശങ്ങളിലൊക്കെ ഒരു വസ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അന്യ നാടുകളിലുള്ള ആളുകളുടെ മക്കളെ പഠിപ്പിച്ചിട്ട് നമുക്കെന്ന് കിട്ടാനാ? ചില സ്ഥലത്തൊക്കെ ഇബ്ലീസ് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമല്ലോ. ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് എന്ത് കിട്ടാനാ? ഇവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാലോ, പഠിപ്പിക്കാൻ സന്നദ്ധരാണ് ഞാൻ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികളെ പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിപ്പിക്കാലോ. എന്നാൽ അവനവന്റെ നാട്ടിലുള്ളവരെ മാത്രം പഠിപ്പിക്കുക എന്ന സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടേ ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്ന ആരെ? പേർഷ്യക്കാരെ പഠിപ്പിച്ചിരുന്നു. സൽമാനുൽ ഫാരിസി അവരുടെ പ്രതിനിധിയായിരുന്നു. ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ നിന്നുള്ള കറുത്ത ആളുകൾ ഉണ്ടായിരുന്നു, ഹബശികൾ ഉണ്ടായിരുന്നു, അബ്സീനിയക്കാരുണ്ടായിരുന്നു, തൊലി കറുത്ത ആളുകൾ ഉണ്ടായിരുന്നു, ബിലാൽ, സുഹൈബ്, അമ്മാർ. അറേബ്യൻ ഉപദ്വീപിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരു സർവകലാശാലയായിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ പഠിക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു മദീനയിലെ പള്ളി. സർവകലാശാല എല്ലാ ഇൽമും അവിടെ പഠിപ്പിച്ചിരുന്നു. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ, ഗാർഹിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ, ആത്മീയമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ പ്രാദേശികമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്താവും? സുഹൈബിനെ പുറത്താക്കണം, അതിന് ആഫ്രിക്കയിൽ നിന്ന് വന്നവരൊക്കെ ഒഴിവാക്കണം, പിന്നെ സൽമാനുൽ ഫാരിസിയെ ഒഴിവാക്കണം. റോമിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. റോമയുടെ യൂറോപ്യന്മാരുണ്ടായിരുന്നു നബി തങ്ങളുടെ പള്ളിയിൽ. സുഹൈബ് റളിയല്ലാഹു അൻഹു റോമക്കാരനായിരുന്നു. റോമ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ തലസ്ഥാനമാണ്. ഇറ്റലി യൂറോപ്പിലാണ്. അങ്ങനെ ഒരു വിഭാഗീയത ഇസ്ലാമിലില്ല. മാത്രമല്ല നമ്മുടെ നാടുകളിലൊക്കെ ഇൽമി സേവനം അനുഷ്ഠിക്കുന്ന ആളുകളൊക്കെ അവർ പുറത്തുനിന്ന് എവിടുന്നവരോ പഠിച്ചവരാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച ആലിക്കുട്ടി ഉസ്താദ് ഇവിടുന്ന് പഠിച്ച ആളല്ല. എല്ലാ നാടുകളിലും എല്ലാ സ്ഥാപനങ്ങളും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വ്യാപകമായ തോതിൽ നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണ് ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തുക എന്നത്. വിദ്യാഭ്യാസം ഇൽമ് എന്നാലോ ഇസ്ലാമിൻ്റെ ജീവനാൽ, ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അതിന് നമ്മെ കൊണ്ടാകുന്ന എല്ലാ സേവനങ്ങളും ചെയ്യണം. സാമ്പത്തികമായ സേവനങ്ങൾ, വാക്കുകൊണ്ടുള്ള സേവനങ്ങൾ, ശാരീരികമായ സേവനങ്ങൾ, ചിന്ത കൊണ്ടുള്ള സേവനങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾക്ക് നമ്മെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടുള്ള പ്രോത്സാഹനങ്ങൾ, ഇങ്ങനെ നാനാവിധേനയും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രകാശ ഗോപുരമാണ് ഈ സ്ഥാപനം എന്ന് മനസ്സിലാക്കി സർവതോമുഖമായ സഹായ സഹകരണങ്ങൾ ഇതിന് നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ ചെയ്യും. കിട്ടിയ നിഅമത്തിന് ശുക്ർ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നശിച്ചു പോകുമെന്ന് പഠിക്കാൻ അല്ലാഹു തആല ഖുർആനിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സബ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് പണ്ട് 3000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ പേരാ. കിങ്ഡം ഓഫ് ഷീബ, മംലക്കത്തു സബ സാമ്രാജ്യം. നേരത്തെ ഒഴിഞ്ഞ മരുഭൂമിയായിരുന്നു. ലോകത്തെ ഏറ്റവും ആദ്യം അണക്കെട്ടുണ്ടാക്കിയത് അവരാ. ആ അണക്കെട്ടിലെ വെള്ളം കൊണ്ട് അവർ നാടൊക്കെ ജലസേചനം നടത്തിയിട്ട് വലിയ പുരോഗതി പ്രാപിച്ചു നാട്. സബ സൂറത്തിന്റെ 2-ാം പേജ് മുതൽ ഈ സംഭവം പറയാം. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ ഫഅറദൂ فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة
സബ സാമ്രാജ്യം വലിയ പുരോഗതി നേടിയ രാജ്യമായി. അവർക്ക് നാം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തു. പക്ഷേ അനുഗ്രഹത്തിന് അവർ നന്ദി ചെയ്തില്ല, നന്ദി കേട് കാണിച്ചു. ഏതൊരു മാധ്യമം കൊണ്ട് അവരുടെ നാടിനെ നാം സുഭിക്ഷമാക്കിയോ, അണക്കെട്ട്, അതേ അണക്കെട്ട് കൊണ്ട് അവരുടെ നാട് നാം കുട്ടിച്ചോറാക്കി കളഞ്ഞു. فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل. അണക്കെട്ട് പൊട്ടി രാജ്യം ഒന്നാകെ ഒലിച്ചു പോയി. എന്നിട്ട് പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പയും ചപ്പ് ചവറുകളും തൊട്ടാവാടിയും കള്ളിച്ചെടികളും മുൾച്ചെടികളും ഒക്കെ ഉണ്ടായി പഴയ മരുഭൂമിയായി മാറി. ഇതാണ് അതിൻ്റെ രത്നസംഗ്രഹം. ഖുർആൻ പരിഭാഷ വീട്ടിലുണ്ടാവും, അത് വായിച്ചു നോക്കിയാൽ അറിയാം. സൂറത്തു സബ, യാസീൻ്റെ 1-2 സൂറത്ത് മീതെ അതിൻ്റെ പേര് സൂറത്തു സബ. സബ സൂറത്ത് സബ എന്ന അവരുടെ രാജ്യത്തിൻ്റെ പേര്. അനുഗ്രഹം നിറഞ്ഞു നിന്ന ശേഷം നാട്ടുകാർ നിഷേധികളായപ്പോൾ, അനുഗ്രഹത്തെ നിഷേധിച്ച് കളഞ്ഞപ്പോൾ അള്ളാഹു ആ അനുഗ്രഹം എടുത്തു കളഞ്ഞു. അത്യന്തം തിക്തമായ ഒരു അനുഭവമായിരുന്നു. ലോകാവസാനം വരെ വരാൻ പോകുന്ന ആളുകൾ പാഠമായി അള്ളാഹു ഇത് അവന്റെ കിതാബിൽ ഉദ്ധരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, അഹ്ലു ശുക്രി അഹ്ലു സിയാദ. നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ആളുകൾ കൂടുതൽ ലഭിക്കാൻ അർഹതയുള്ളവരായി ആകുന്നു. അഹ്ലു ശുക്രി അഹ്ലു സിയാദ. കിട്ടിയ നിഅമത്തുകൾക്ക് അനുഗ്രഹം ചെയ്താൽ കൂടുതൽ കിട്ടും നിഅമത്ത്. 20-25 കൊല്ലം മുമ്പ് നമ്മുടെ അവസ്ഥ ഇതായിരുന്നില്ല. നമ്മൾ എത്രയോ മാറി. വലിയ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തന്നു. ആ നിഅമത്തുകൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായി വിനിയോഗിക്കണം, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.